നിങ്ങളുടെ ഇപ്പോൾ ഈ കഴിവട്ട ബ്രെയിൻ റീസെറ്റ് ചെയ്ത് ഈ ജീനിയസുകളെല്ലാം ചെയ്ത പോലെ നമ്മളെ സൂപ്പർ ചാർജ് ചെയ്യാൻ പോവാ. സ്റ്റെപ്പ് 0. എല്ലാവരും ചെയ്യുന്ന പോലെ പെട്ടെന്ന് കുറെ ബാഡ് ഹാബിറ്റ്സ് നിർത്തിയാൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ അതേ പഴയ ആളാവും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള എംപ്റ്റിനെസ്സും ആഴത്തിലുള്ള ഒരു ബോറടിയും വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ ആ ബാഡ് ഹാബിറ്റ്സ് എല്ലാം റീപ്ലേസ് ചെയ്യണം. ഏതൊക്കെ എങ്ങനെ? 1. സ്ക്രോളിങ്, ഇത് ഷോർട്സും റീൽസും. 2. ചാറ്റിങ്, വാട്സപ്പ്, ഇൻസ്റ്റാ, സ്നാപ്പ്. 3. അഡൽട്ട് കണ്ടന്റ്. ജീവിതത്തിൽ ഡിപ്രഷൻ, മോട്ടിവേഷൻ ഇല്ലായ്മ, നിങ്ങൾക്ക് 6 പാക്ക് ഇല്ലാത്തത്, അങ്ങനെ നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കാത്തത് 95% ഈ 3 കാരണമാണോ? സ്റ്റെപ്പ് 1. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് കിട്ടാൻ മൊത്തം കുഴഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ജീവിതം തലകുത്തനെ മറിക്കാൻ പോവാ. നിങ്ങൾ എപ്പോഴും സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ട്. സമയം പോകുന്ന മനസ്സിനറിയാം, പക്ഷെ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഗാംബ്ലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന അതേ പ്രോസസ്സാണ് ഇതിലും നടക്കുന്നത്. അതുകൊണ്ടാണ് നിർത്താൻ പാട്. ഇത് നിർത്താൻ ഏറ്റവും ഈസി വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഷോർട്ട് വീഡിയോസ് ആണോ കാണുന്നത്, ഫുട്ബോള്, മോട്ടിവേഷൻ, ഫിറ്റ്നസ്, അതിനെപ്പറ്റി യൂട്യൂബിൽ മാത്രം ലോങ് വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ ചാനൽ കാണണോ നിങ്ങൾ തന്നെ എഴുതി വെക്കണം. ആ ചാനലിലെ വീഡിയോസ് മാത്രമേ കാണാവുള്ളൂ. നിങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നതാണോ അതോ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി കാണുന്നതാണോ എന്നറിയാം. പല സാധനവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു പോലും ഇരിക്കത്തില്ല, ഒരു ഉപയോഗമില്ല. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, കുറച്ച് നേരം TV കാണുന്ന ഉപകരിക്കും. സ്റ്റെപ്പ് 2. നിങ്ങൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കാനോ ഒരു റിപ്ലൈ വന്നോ നോക്കാൻ ആപ്പ് തുറക്കും. പിന്നെ സ്റ്റാറ്റസ്, സ്റ്റോറി, സ്നാപ്പ്, പോസ്റ്റ്, അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഞാൻ പറയും ശ്രദ്ധിക്കുക. ശരിക്കും എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മാത്രം ചാറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളോട് ശരിക്കും സ്നേഹമുള്ള കെയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് അവർ വാട്സപ്പിൽ നിങ്ങളോട് വീണ്ടും. ബാക്കിയെല്ലാം വെറും നിങ്ങളുടെ തോന്നൽ മാത്രമേ ഉള്ളൂ. അവർ നിങ്ങൾക്ക് ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ജീവിതം വിട്ടിട്ട് പട്ടി പോകുന്ന പോലെ അവരുടെ പുറകെ പോകാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇമ്പോർട്ടന്റ് ബോണസ് ടിപ്പ്, ഒരിക്കലും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പും യൂട്യൂബ് മാത്രം മതി. യൂട്യൂബിന് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെച്ചു, ബാക്കിയെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തു. ഇങ്ങനെ ചെയ്താൽ ഇതുവരെ ചെയ്തെല്ലാം ചീറ്റിപ്പോകും. ഇനി ലാസ്റ്റ് ഏറ്റവും മെയിൻ സ്റ്റെപ്പ്, അതാണ് മെയിൻ വില്ലൻ അഡൽട്ട് കണ്ടന്റ്. സ്റ്റെപ്പ് 3. മാറ്റാനുള്ള ഏറ്റവും ഈസി വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റണം. പഴയതുപോലെ ഇരുന്നാൽ പഴയതുപോലെ തന്നെ സംഭവിക്കും. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നോ ഫാപ്പ്, അതായിരിക്കും നിങ്ങളുടെ ഫോക്കസ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ഗോൾ ഉണ്ടാക്കി അതിന്റെ പുറകെ ഓടണം. ഒരാഴ്ച 3-4 പ്രാവശ്യം വർക്കൗട്ട് ചെയ്യണം, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ ബോണസ്, നിങ്ങൾക്ക് അർജ് വരുമ്പം ഹംസയുടെ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ ഒരു പ്രത്യേക രീതി ബ്രീത്ത് ചെയ്താൽ മതി. എന്റെ ലിങ്ക് കമന്റിൽ ഇട്ടു.